ഡയറക്റ്റ് നറേഷൻ, ഇൻഡയറക്റ്റ് നറേഷൻ പാർട്ട് 1 നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ജനറൽ റൂൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെ പ്രധാനപ്പെട്ട റൂളാണ് ചേഞ്ച് ഓഫ് ടെൻസസ്. ചേഞ്ച് ഓഫ് ടെൻസസ് അറിയാതെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ചേഞ്ച് ഓഫ് ടെൻസ് ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റായി മാറും. ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും മാറ്റമില്ല. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും മാറ്റം വരുന്നില്ല. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ, ഷാൽ, മേ, വിൽ എന്നീ മോഡൽ ഓക്സിലറീസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കുഡ്, ഷുഡ്, മൈറ്റ്, വുഡ് എന്നിങ്ങനെയായിട്ട് മാറും. ഇതാണ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത ചേഞ്ച് ഓഫ് ടെൻസസ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്റ്റ് സ്പീച്ചിന് 2 ഭാഗങ്ങളുണ്ട്, റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടിംഗ് സ്പീച്ചും. 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അസർട്ടീവ് സെൻറ്റൻസിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഹീ സെഡ് I wish to go home. He said I wish to go home. ആദ്യം നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് നോക്കാം. ഇതൊരു അസർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ഹീ സെഡ് പാസ്റ്റ് ടെൻസിലാണല്ലേ. ആദ്യമേ പറഞ്ഞിരുന്നു റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ടെൻസിൽ മാറ്റം വരുമെന്ന്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോമ, കൊട്ടേഷൻ മാർക്സ് എന്നിവയ്ക്ക് പകരം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ദാറ്റ് എന്നാണ് എഴുതുന്നത്. അസർട്ടീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ദാറ്റ് എന്ന് എഴുതുന്നത്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് റിപ്പോർട്ടിംഗ് വേർബിൽ സെഡ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലും നമുക്ക് സെഡ് എന്ന് തന്നെ എഴുതാം. റിപ്പോർട്ടിംഗ് വേർബിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി റിപ്പോർട്ടിംഗ് സ്പീച്ച് നോക്കാം. ഐ വിഷ് ടു ഗോ ഹോം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. വേർബ് V1 തുടക്കത്തിലെ പറഞ്ഞിരുന്നു ഡയറക്റ്റ് സ്പീച്ചിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഐ വിഷ് ടു ഗോ ഹോം. ഐ ഒരു പേഴ്സണൽ പ്രൊനൗൺ ആണല്ലേ. ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ് ആയ ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് ഇവ തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ് ആയ ഹീ, ഹിം, ഹിംസെൽഫ്, ഷീ, ഹർ, ഹെർസെൽഫ് എന്നിവയായിട്ട് മാറും. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ് ആയ ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് ഇവ തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ് ആയ ഹീ, ഹിം, ഹിംസെൽഫ്, ഷീ, ഹർ, ഹെർസെൽഫ് എന്നിവയായിട്ട് മാറും. ഞാനിവിടെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ് ഇത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്തത്. അപ്പോൾ ഹീ സെഡ് ഐ വിഷ് ടു ഗോ ഹോം എന്നതിൽ ഐക്ക് പകരം നമുക്ക് ഹീ എന്ന് എഴുതാം. റിപ്പോർട്ടിംഗ് വേർബിൽ ഹീ ആയതുകൊണ്ടാണ് റിപ്പോർട്ടിംഗ് സ്പീച്ചിലും ഞാൻ ഐക്ക് പകരം ഹീ എന്ന് എഴുതിയത്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ വിഷ്ഡ് ടു ഗോ ഹോം. ഹീ സെഡ് ദാറ്റ് ഹീ വിഷ്ഡ് ടു ഗോ ഹോം. രാഹുൽ ടോൾഡ് രാധിക ഐ ആം ഡൂയിങ് മൈ വർക്ക്. രാഹുൽ ടോൾഡ് രാധിക ഐ ആം ഡൂയിങ് മൈ വർക്ക്. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലാണ്, ടോൾഡ്. അതുകൊണ്ട് തന്നെ ടെൻസിൽ മാറ്റം വരും. ഇവിടെ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണല്ലേ, ഐ ആം ഡൂയിങ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ചെയ്യണം. രാഹുൽ ടോൾഡ് രാധിക ദാറ്റ് ഹീ വാസ് ഡൂയിങ് ഹിസ് വർക്ക്. രാഹുൽ ടോൾഡ് രാധിക ദാറ്റ് ഹീ വാസ് ഡൂയിങ് ഹിസ് വർക്ക്. ഐക്ക് പകരം നമ്മളിവിടെ ഹീ എന്ന് എഴുതി
മൈ വർക്ക് എന്നത് റീപ്ലേസ് ചെയ്തിട്ട് ഹിസ് വർക്ക് എന്നാക്കി. സീത സെഡ് ടു വിദ്യ, ഐ ഡു നോട്ട് ലൈക്ക് ടു ഡ്രിങ്ക് വാട്ടർ. സീത സെഡ് ടു വിദ്യ, ഐ ഡു നോട്ട് ലൈക്ക് ടു ഡ്രിങ്ക് വാട്ടർ. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു എന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ടോൾഡ് എന്നാകും. പാർട്ട് 1 ഞാൻ പറഞ്ഞിരുന്നു, ഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു എന്നാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ടോൾഡ് എന്നാകും. സെഡ് എന്നത് സെഡ് തന്നെ, സേ സേസ് എന്നത് സേ അല്ലെങ്കിൽ സേസ് ദാറ്റ് എന്നാകും, സേസ് ടു എന്നത് ടെൽസ് ടു എന്നാകും. സീത ടോൾഡ് വിദ്യ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടു ഡ്രിങ്ക് വാട്ടർ. സീത ടോൾഡ് വിദ്യ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടു ഡ്രിങ്ക് വാട്ടർ. ഐ ഡു നോട്ട് ലൈക്ക് ടു ഡ്രിങ്ക് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഡു എന്ന വേർഡ് കണ്ടാൽ അറിയാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്നാകും. ഹീ സെഡ്, ഐ ആം എ സ്റ്റുഡൻറ്റ് ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ദിസ് കോളേജ് ഫോർ 3 years. He said, I am a student and have been in this college for 3 years. ഇവിടെ എന്ത് വരും? He said that. പതിവ് പോലെ തന്നെ അസർട്ടീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് ദാറ്റ്. I am a student സിമ്പിൾ പ്രസൻറ്റ് ആണല്ലേ. ചേഞ്ച് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, ഐക്ക് പകരം റിപ്പോർട്ടിംഗ് വേർബ് ഹീ ആയതുകൊണ്ട് ഹീ വാസ് എ സ്റ്റുഡൻറ്റ്. ഐ ഹാവ് ബീൻ ഇൻ ദിസ് കോളേജ് ഫോർ 3 years. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ചേഞ്ച് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. ഐ ഹാവ് ബീൻ ഇൻ ദിസ് കോളേജ് ഫോർ 3 years എന്നത് ഹീ ഹാഡ് ബീൻ ഇൻ ദാറ്റ് കോളേജ് ഫോർ 3 years എന്നാകും. ഹാവ് ബീൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഹാഡ് ബീൻ എന്നാകും. ഇനി ദിസ് എന്ന വേർഡ് ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് എന്ന് എഴുതണം. ശ്രദ്ധിക്കണം, ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ടൈം ആൻഡ് ടെൻസിനെ കാണിക്കുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. ശ്രേയ സെഡ് രാഹുൽ ഖാൻ സ്പീക്ക്. ശ്രേയ സെഡ് രാഹുൽ ഖാൻ സ്പീക്ക്. ഇതെങ്ങനെ വരും? റിപ്പോർട്ടിംഗ് വേർബ് ശ്രേയ സെഡ് ദാറ്റ് അല്ലേ. ഇനി റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ മോഡൽ ഓക്സിലറി ആണ് ക്യാൻ. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കുഡ് എന്നായി മാറും. നെഗറ്റീവ് ആയതുകൊണ്ട് കുഡിൻറ്റ്. ശ്രേയ സെഡ് ദാറ്റ് രാഹുൽ കുഡിൻറ്റ് സ്പീക്ക്. ഇവിടെ ശ്രേയ രാഹുലിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ രാഹുൽ എന്ന പേര് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രേയ സെഡ് ദാറ്റ് രാഹുൽ കുഡിൻറ്റ് സ്പീക്ക്. ഇനി ഈ സെൻറ്റൻസുകളൊന്ന് നോക്കിയേ. ദേ സെഡ് വി കാൺട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ. ദേ സെഡ് വി കാൺട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ആണ്. നേരത്തെ പറഞ്ഞതനുസരിച്ച് ടെൻസിൽ മാറ്റം വരുത്തിയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതുന്നത്. പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലേ. വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചാണെങ്കിൽ ടെൻസ് മാറ്റം വരുത്താതെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. യൂണിവേഴ്സൽ ട്രൂത്താണ് റിപ്പോർട്ടിംഗ് സ്പീച്ചിലെങ്കിൽ ടെൻസിൽ മാറ്റം വരുത്താതെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ടെൻസിൽ മാത്രമല്ല പ്രൊനൗൺസിലും നമ്മൾ മാറ്റം വരുത്താറില്ല. ദേ സെഡ് ദാറ്റ് വി കാൺട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ. ദേ സെഡ് വി കാൺട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ എന്നത് ദേ സെഡ് ദാറ്റ് വി കാൺട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ എന്നെഴുതും. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മൈ മദർ സെഡ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. മൈ മദർ സെഡ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇതും യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലേ. അപ്പോൾ ടെൻസിന് മാറ്റം വരുത്താതെ മൈ മദർ സെഡ് ദാറ്റ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. മൈ മദർ സെഡ് ദാറ്റ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ദേ സെഡ് ദേ ഹാഡ് വൺ ദ ഗെയിം. ദേ സെഡ് ദേ ഹാഡ് വൺ ദ ഗെയിം. ഇവിടെ നോക്കിയേ, ഹാഡ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലേ. ചേഞ്ച് ഓഫ് ടെൻസിൽ ഞാൻ പറഞ്ഞിരുന്നു, റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല.
അപ്പോൾ ഇവിടെ they said that they had won the game. They said that they had won the game. She said I had been eating for 1 hour. She said I had been eating for 1 hour. Had been eating അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റമില്ല. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ഈറ്റിംഗ് ഫോർ 1 hour. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ഈറ്റിംഗ് ഫോർ 1 hour. ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഹീ സേസ് ഐ എം പ്ലേയിങ് ക്രിക്കറ്റ്. ഹീ സേസ് ഐ എം പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണല്ലേ. ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. എന്നാൽ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നല്ല, മറിച്ച് സെയ്സ് എന്നാണ്. അപ്പോൾ ടെൻസിൽ മാറ്റം വരില്ല. ഇതാണ് എക്സെപ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ, അതല്ല സേസ്, വിൽ സേ എന്നിവയാണെങ്കിൽ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ ടെൻസിന് മാറ്റമില്ല. ഞാൻ ഒന്നുകൂടി പറയാം. റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ ടെൻസിന് മാറ്റമില്ല. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണെങ്കിൽ മാത്രമേ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ ടെൻസിന് മാറ്റം വരൂ. ഇവിടെ ഹീ സേസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ടെൻസിന് മാറ്റമില്ലാതെ ഹീ സേസ് ദാറ്റ് ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയാം. ഹീ സേസ് ദാറ്റ് ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഐ എം പ്ലേയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഹീ ഈസ് പ്ലേയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഐ എന്നതിനു പകരം റിപ്പോർട്ടിംഗ് വേർബിനനുസരിച്ച് ഹീ എന്ന് എഴുതി എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അസേർട്ടീവ് സെൻറ്റൻസിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഏത് ക്വസ്റ്റ്യനും ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ചേഞ്ച് ഓഫ് ടെൻസസ് ആണ്. 10 ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ആദ്യം പറഞ്ഞത് നോർമൽ സെൻറ്റൻസുകളാണ്. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എക്സെപ്ഷൻസ് ആണ്. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.